Hello, Assalamu alaikum. Welcome to another video. Let's make chicken pops. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന സെയിം ടേസ്റ്റിൽ ചിക്കൻ പോപ്സ് എങ്ങനെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിയേക്കാം. ഇതിലേക്കൊരു ചിക്കൻ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മിക്സ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ടൊരു ബൗൾ എടുത്തിട്ട് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഈ പാല് നമുക്ക് ബട്ടർ മിൽക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ പാലിലേക്ക് 1 ടീസ്പൂൺ വിനേഗർ കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. വിനേഗർ ഉണ്ടല്ലോ, സുർക്ക, നിങ്ങളുടെ അടുത്ത് വിനേഗർ ഇപ്പോൾ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നാരങ്ങ നീരും യൂസ് ചെയ്യാം കേട്ടോ. ബട്ടർ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മിൽക്ക് എടുക്കുമ്പോൾ 1 ടീസ്പൂൺ വിനീഗറോ അല്ലെങ്കിൽ നാരങ്ങാനീരോ എന്ത് വേണമെങ്കിലും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് ഒന്ന് മാറ്റി വെക്കുക. ഇതാ ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു 5 മിനിറ്റ്സിന് ശേഷം ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഇതാ നമ്മുടെ ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മിക്സ് റെഡിയാക്കുന്നത് നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, ചിക്കൻ സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ചിക്കൻ അതിനുള്ളിൽ മുങ്ങിക്കിടക്കണം, അത്രക്ക് ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ സെയിം 1 ടീസ്പൂണ് സവാള പേസ്റ്റും പാടെ എടുത്തിരിക്കുന്നത്. രണ്ടും 1 ടീസ്പൂണാണ്. അതായത് സവാളയുടെ ചെറിയൊരു പീസ് എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം. നമ്മൾ വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ചെയ്യുമല്ലോ, അതേപോലെ പേസ്റ്റാക്കി എടുക്കുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ വിനീഗറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ചിക്കൻ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിക്സാണ് കേട്ടോ. ഇതിന് ഒരു സ്പൂണോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് കട്ടകളൊന്നും ഇല്ലാണ്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്യാം. ഓൾമോസ്റ്റ് ഈ സെയിം മെത്തേഡിൽ ഞാൻ ബ്രോസ്റ്റഡ് ചിക്കൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. അതും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ബെസ്റ്റ് തോന്നിയത് ഇതാണ്. ബ്രോസ്റ്റഡ് ചിക്കനും ചെയ്യാറുണ്ട്, ഇതേപോലെ പോപ്സും ചെയ്യാറുണ്ട് കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതൊക്കെ ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ലുക്കിലുള്ള പെർഫെക്ഷൻ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോപ്സിന് ക്യൂബ്സായിട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതാ നമ്മളിത് ഫുള്ളായിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഇനി നമ്മൾ ഈ സോക്ക് ചെയ്ത ചിക്കൻ ഒരു 3 to 4 ഹവർ എന്തായാലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ആ ചിക്കൻ്റെ സെയിം ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റും ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് റെഡി ആവുന്നത് കേട്ടോ. അതിനുള്ള പ്രോസസ്സാണ് ഇപ്പോൾ ചെയ്തത് കേട്ടോ. ഇനി നമ്മൾക്കത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഓവർനൈറ്റ് വെച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് 2 മിക്സ് റെഡിയാക്കി എടുക്കണം. 2 ടൈപ്പ് മിക്സ് വേണം. ഒന്ന് വെറ്റ് മിക്സും ഒന്ന് ഡ്രൈ മിക്സും കേട്ടോ. നമ്മൾ ഈ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, അതേപോലെ ആദ്യം ഒന്ന് വെറ്റ് മിക്സിൽ മുക്കിയിട്ട് പിന്നെ ഡ്രൈ മിക്സിൽ മുക്കിയിട്ടല്ലേ ഫ്രൈ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വെറ്റ് മിക്സ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ടൊരു ബൗൾ വെച്ചിട്ട് 1/2 കപ്പ് കോൺഫ്ലോറും 1/2 കപ്പ് അരിപ്പൊടിയും കൂടെ എടുക്കുക. അരിപ്പൊടി, പച്ച അരിപ്പൊടി ഉണ്ടല്ലോ, അതും കൂടെ എടുത്തിട്ട് അപ്പോൾ 1 കപ്പായി. ഇത് ചേർത്ത് കൊടുക്കുക ഒരു ബൗളിലേക്ക്. ഇനി അതിലേക്കൊരു
മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെറ്റ് മിക്സ് റെഡിയാക്കുമ്പോൾ നമുക്ക് അധികം ടൈറ്റായിട്ട് പോകരുത് കേട്ടോ. ഇനിയിപ്പോൾ അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. സാധാ നോർമൽ വാട്ടർ കേട്ടോ, പച്ചവെള്ളം ഉണ്ടല്ലോ, അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ചിക്കനിക്ക് വേണ്ടിയിട്ടുള്ള ഓരോ പ്രോസസ്സ് ചെയ്യുമ്പോഴും ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും അതിലൊക്കെ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല സൂക്ഷിച്ചിട്ട് ശ്രദ്ധിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓരോ ചെയ്യുമ്പോഴും നമുക്കറിയാമല്ലോ ഏകദേശം ഉപ്പിൻ്റെ അളവ്, ഇച്ചിരി ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് കൂടി പോകരുത് കേട്ടോ. ഓരോന്നിൽ ചേർത്ത് കൊടുക്കുമ്പോഴും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് ഉപ്പ് കറക്റ്റ് അല്ലേ എന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതൊരു വിസ്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് ആകുമ്പോൾ ഒന്നുകൂടെ എളുപ്പമായിട്ട് തോന്നി. നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിനെക്കാട്ടിലും സ്പൂണ് വെച്ചാൽ വിസ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതേ ഒരു ടൈപ്പാക്കി എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഞാനിപ്പോൾ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കട്ടകളൊന്നും ഇല്ലാണ്ട് ആക്കിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മുക്കിയെടുക്കുമല്ലോ, ആ ഒരു രീതിക്കാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ഡ്രൈ മിക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയും അതിക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും അതിലും നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ പൗഡർ കേട്ടോ, നമ്മൾ ഡ്രൈ മിക്സിൻ്റെ ആ പൗഡർ ഉണ്ടല്ലോ, ഈ വൈറ്റ് പാത്രത്തിലിരിക്കുന്നത് മൈദയും മുളക് പൊടിയും ഉപ്പ് പൊടിയാണ് കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നമ്മുടെ കൈ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് നന്നായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ എല്ലായിടത്തേക്കും മുളക് പൊടി ഉപ്പും മൈദേൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ പൗഡർ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ, കട്ടകളൊന്നും ഇല്ലാണ്ട് കൈ വെച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിരിക്കുക. ഇനി ചെയ്യാൻ പോകുന്ന പ്രോസസ്സ്, ഞാനിപ്പോൾ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചെയ്യാൻ പോകുന്ന പ്രോസസ്സാണ് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ടതും. ഈ ചിക്കൻ പോപ്സിൻ്റെയും പിന്നെ അതേപോലെ നമ്മൾ ഫ്രൈഡ് ചിക്കനാണ് റെഡിയാക്കുന്നതെങ്കിൽ അതിൻ്റെയും ഒക്കെ കറക്റ്റ് ടേസ്റ്റും ലുക്കും തരുന്നൊരു പ്രോസസ്സാണ് കേട്ടോ. ഇത് നമ്മൾ ആദ്യം ഒരു ചിക്കൻ പീസ് എടുക്കുന്നു, എന്നിട്ട് വെറ്റ് മിക്സിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡ്രൈ മിക്സിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നു. അതായത് ഒരു പീസ് എടുത്തിട്ട് വെറ്റ് മിക്സിൽ മുക്കിയിട്ട് ഇതേപോലെ ഡ്രൈ മിക്സിൽ മുക്കുമ്പോൾ ആദ്യം ചിക്കൻ്റെ പീസസ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ നനവായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും പൗഡേഴ്സ് ആകുന്ന രീതിയിൽ ഒരു 2-3-4 തവണ തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ റിങ്കിൾസ് പോലത്തെ ആ സംഭവം വരും. നമ്മൾ ഫ്രൈഡ് ചിക്കനൊക്കെ വാങ്ങുമ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ, ഒരു റിങ്കിൾസ് ഉണ്ടാവുമല്ലോ അതിന്മേൽ, അത് കഴിക്കാനല്ലേ ടേസ്റ്റ്. അതേപോലെ സെയിം വരണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതേപോലെ തട്ടി ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഒരു ട്രിപ്പിൽ നമ്മൾ എത്രയാണോ ഇടുന്നത്, അതായത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എത്രയാണോ ഇടുന്നത് ആ ഒരു ട്രിപ്പിലേക്കുള്ള പീസസ് മാത്രം ചെയ്താൽ മതി. നിങ്ങൾ കുറച്ച് വലിയ പീസസ്സാണ് ഇത് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതെങ്കിൽ ഒരു 3-4 പീസൊക്കെ അല്ലേ നമ്മളൊരു ട്രിപ്പിലായിട്ടുള്ളൂ. അതായത് നമ്മൾ പാന് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമുള്ളത് റെഡിയാക്കിയാൽ മതി കേട്ടോ. ഇത് കുറച്ച് സമയം നമ്മളിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൈദയൊക്കെ അതിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഒരു കട്ടയായി പോകും. അപ്പം നമുക്ക് റിങ്കിൾസ് ആയിട്ട് കിട്ടൂല. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കുറയും, ലുക്കും കുറയും. അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓരോ പീസസ് എടുക്കുന്നു, കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യണം. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഒരു കയ്യിൽ ഫോണും പിടിക്കുന്നുണ്ട്, വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു
ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഒരു പാന് വെച്ചിട്ട് അതിക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഇനി ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ലോ ഫ്ലെയിമിലിടരുത്, അപ്പോൾ ഒരു എണ്ണയൊക്കെ കുടിച്ചൊരു ടൈപ്പാവും. ലോ ടു മീഡിയത്തിലിടുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം, അടിയിലൊന്നും പിടിക്കില്ല, കരിയുന്നില്ല. അതിനനുസരിച്ചിട്ട് നമുക്ക് മറിച്ചിട്ടിട്ടും ഒക്കെ ആയിട്ട് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഫസ്റ്റ് ബാച്ച് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം, നിങ്ങൾ ഒരു ബാച്ചിൽ എത്രയാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അത് മാത്രം നിങ്ങൾ കോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ ഫ്രൈ ചെയ്തതിന് ശേഷം അടുത്ത ബാച്ച് ഇതേപോലെ ഡ്രൈ മിക്സിലും വെറ്റ് മിക്സിലൊക്കെ മുക്കിയിട്ട് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് തട്ടിയിട്ട് തന്നെ ഓയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതാ ഞാനിപ്പോൾ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എന്തായാലും ഇത് കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കണം. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ അല്ലല്ലോ, നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. നമുക്കറിയാമല്ലോ എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. എൻ്റെതാ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് സോക്ക് ചെയ്യാൻ വെച്ചൊരു പ്രോസസ്സ് ഉണ്ടല്ലോ ഫ്രിഡ്ജിൽ, ഒരു 4 hours. അത് എത്ര ഹവേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കുന്നിടത്തോളം ടേസ്റ്റ് കൂടിയിട്ടേ വരുള്ളൂ. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫ്രൈ ചെയ്തെടുത്തത്. ഇത് നമ്മൾ കുറച്ച് നേരം കോട്ടിങ് കഴിഞ്ഞിട്ട് അവിടെ വെച്ചല്ലോ, അപ്പോൾ നമ്മുടെ ഗ്രിങ്കിൾസ് കുറച്ച് പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.